അകത്തുണ്ടായിരുന്നോ? ആ, ഞാൻ ഉമ്മറത്തായിരുന്നു. എന്തു പറ്റി? ഒന്നുമില്ല, ഇതിലെ വന്ന് കയറിയതുകൊണ്ട് ചോദിച്ചതാ. നന്ദിനി, നാളെ ആ മിത്ര കമ്പനിയിൽ വരുമോ? എന്തു പറ്റി? അല്ല, ഞാൻ ചിന്തിക്കുവായിരുന്നേ, ഈ പത്മമ്മയുടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? സൂര്യ സാറിനോട് എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതിവിടെ ഈ കുടുംബത്തിൽ തീർക്കേണ്ടതല്ലേ? അതിനിടയില് ആ മിത്രയെ പോലെ ഒരാളെ എന്തിനാ വിളിച്ചോണ്ട് വരുന്നേ? മിത്ര മാഡത്തിന് എന്താ കുഴപ്പം? എന്റെ നന്ദിനി, ഇങ്ങനെ പാവാവരുത് കേട്ടോ. ഒരു കുഴപ്പമില്ലാത്തോണ്ടാണോ ഈ കുടുംബത്തുള്ള ഒരാൾക്കും അവരെ കണ്ണിന് നേരെ കണ്ടുകൂടാത്തത്? ഞാനുള്ള കാര്യം പറയാലോ, എനിക്ക് അവരെ കാണുന്നതേ കലിയാ. എന്തൊരു ധിക്കാരിയാ നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ. അല്ലെങ്കിൽ തന്നെ അവർക്ക് നാണമുണ്ടോ? സൂര്യ സാർ കല്യാണ പന്തലിൽ വെച്ച് വേണ്ടാന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എന്തിനിങ്ങനെ പുറകെ നടക്കുന്നേ? അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ലല്ലോ കനകെ. നന്ദിനിയുടെ ഈ സ്വഭാവം കൊണ്ടാ അവര് പിന്നെ ഇടിച്ചിടിച്ച് കയറുന്നേ. ഞാനെങ്ങാനും ആയിരിക്കണായിരുന്നു, എന്നെ ആട്ടി പുറത്താക്കിയനെ. അതിനെനിക്ക് കനകയാവാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അടുക്കളക്കാരിക്ക് പറയാൻ അവകാശമൊന്നുമില്ല. എന്നാലും നന്ദിനിയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എത്രയും പെട്ടെന്ന് സൂര്യസാറിന്റെ കൺവെട്ടത്ത് നിന്ന് ആ പൂതനെ ഒഴിവാക്കാൻ നോക്കിക്കോ. അതാ നന്ദിനിക്ക് നല്ലത്. ശരി കനകെ. ആ, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കിടന്നോ. ഞാൻ പോയിക്കോട്ടെ. ആ, നന്ദിനി പോയിക്കോ. ഇതെനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആ, പിന്നെ നന്ദിനി, ഇന്ദ്രജ മേഡത്തിനും വേദ മേഡത്തിനും മിത്രയെ കമ്പനിയിൽ കൊണ്ടുപോയത് തീരെ പിടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നന്ദിനി അവരുടെ കൂടെ നിന്നാ മതി. എല്ലാരും കൂടെ വിചാരിച്ച നിസ്സാരമായിട്ട് ആ മിത്രയെ പുകച്ച് പുറത്ത് ചാടിക്കാൻ പറ്റും. ശരി കനകെ, നമുക്ക് നാളെ സംസാരിക്കാം. നാളെ നമുക്കിത് സംസാരിക്കണം.